സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു. 5000 രൂപയുടെ ലാഭം, വലിയ ഇടിവ് പ്രതീക്ഷിക്കേണ്ട, പവന് വില അറിയാം. കൊച്ചി, കേരളത്തിലെ ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചു. രാജ്യാന്തര വിപണിയിലെ ഔൺസ് സ്വർണ്ണത്തിന് $3700 അടുത്തെത്തിയ പിന്നാലെയാണ് കേരളത്തിലും വില കൂടുന്നത്. ഔൺസ് വില വൈകാതെ 4000 എത്തുമെന്നാണ് പ്രവചനങ്ങള്. അങ്ങനെ സംഭവിച്ചാല് കേരളത്തിലെ വില 90000 കടന്നു കുതിക്കും. വില താഴാന് സാധ്യത കുറവാണ് എന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം. ഈ മാസം 1-ന് 77,640 രൂപയായിരുന്നു ഒരു പവന്റെ വില. ഇന്നത്തെ വിലയിൽ നിന്ന് ഏകദേശം 5000 രൂപ കുറവായിരുന്നു അന്ന്. ആ വേളയിൽ സ്വർണം വാങ്ങിയവർക്ക് ഇന്ന് തിരിച്ചു വിൽക്കുമ്പോൾ ഇത്രയും രൂപ ലാഭം കിട്ടും. ഇനിയും വില കുതിക്കുമെന്ന് കരുതുന്ന വ്യക്തികൾ സ്വർണം വിൽക്കുന്നത് വൈകിപ്പിച്ചേക്കാം. GST ഇളവ് കൂടി കിട്ടിയതോടെ സ്വർണം വാങ്ങാൻ കൂടുതൽ പേരെത്തുമെന്നാണ് വിപണിയിലെ പ്രതീക്ഷ. കേരളത്തില് 22 കാരറ്റ് സ്വർണം പവന് 82,560 രൂപയായി ഉയർന്നു. 320 രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 10,320 രൂപയായി. അതേസമയം 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 40 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 8,480 രൂപയാണ് ഇന്നത്തെ നിരക്ക്. മാസങ്ങൾക്ക് മുമ്പ് 22 കാരറ്റിന് ഈ വിലയായിരുന്നു. വില കുതിക്കുന്നതോടെ കൂടുതൽ പേര് 22 കാരറ്റ് വിട്ട് 18 കാരറ്റിലേക്ക് എത്തുകയാണ്. സ്വർണം മാത്രമല്ല, ഞെട്ടിച്ചു വെള്ളി വിലയും. അതേസമയം 14 കാരറ്റ് സ്വർണത്തിനും ആവശ്യക്കാരേറെ വരുന്നുണ്ട്. ഈ പരിശുദ്ധിയിലുള്ള സ്വർണത്തിന്റെ ഇന്നത്തെ വില 6,600 രൂപയാണ്. 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 4,260 രൂപ നൽകണം. എന്നാൽ ഇന്ന് വിപണിയിൽ ഞെട്ടിച്ചത് വെള്ളിയാണ്. ഗ്രാമിന് 5 രൂപ വർദ്ധിച്ച് 140 രൂപയായി. ഇത്രയും ഉയർന്ന അളവില് വെള്ളിക്ക് വില കൂടുന്നത് ആദ്യമാണ്. ഡോളര് കരുത്തു കൂട്ടുന്നു എന്നതാണ് വിപണിയിലെ പുതിയ മാറ്റം. ഏറെ നാളായി തളർന്നു കിടക്കുന്ന ഡോളർ ഇന്ന് 97.80 എന്ന നിരക്കിലെത്തി. ഡോളർ ഇനിയും കരുത്തു കൂട്ടിയാൽ സ്വർണ്ണവില കുറയും. മാത്രമല്ല, ഇന്ത്യന് രൂപ വെല്ലുവിളി നേരിടുന്നുണ്ട്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും 88-ന് താഴേക്ക് പോയി. 88.19 പുതിയ നിരക്ക്. വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ ഇനിയും മാറ്റം പ്രതീക്ഷിക്കാം. US-ഇന്ത്യ ചർച്ച, GST ഇളവ്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ചർച്ച ഇന്ന് തുടരും. വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിലെത്തിയാണ് ചർച്ച. IT പ്രൊഫഷണലുകളെ കാര്യമായി ബാധിക്കുന്ന H-1B വിസ സംബന്ധിച്ച പുതിയ ആശയക്കുഴപ്പം തീർക്കാനുള്ള ശ്രമവും മന്ത്രി നടത്തിയേക്കും. പുതിയ വിസ തേടുന്നവർക്ക് $1,00,000 ആവശ്യപ്പെടുന്നത്. ഇതോടെ ഇന്ത്യയിൽ നിന്ന് ജോലി തേടി അമേരിക്കയിലെത്തുന്നവർ കുറയും. ഇത് അമേരിക്കൻ കമ്പനികൾക്കും തിരിച്ചടിയാകും. ഇന്ത്യയിൽ ഇന്ന് മുതൽ GST ഇളവ് നടപ്പാകുകയാണ്. പല വസ്തുക്കളുടെയും വില കുറയും. അതുകൊണ്ടുതന്നെ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമെത്തും. വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വെല്ലുവിളിയായ സാഹചര്യത്തിൽ ആഭ്യന്തര വിപണിയിൽ നിന്ന് കൂടുതൽ ആവശ്യക്കാരെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് സർക്കാരിന്.